ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങൾ ഒരിക്കലും ഒരു ഐറ്റ്നറി ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. നമ്പർ 1, യൂസ് ChatGPT ആൻഡ് സഞ്ചാരം ഫോർ മേക്കിംഗ് ബെസ്റ്റ് ഐറ്റ്നറി. ഞാൻ ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് കൂടാണ്ട് ഇൻസ്റ്റാഗ്രാം റീൽസ്, മുമ്പ് ആ രാജ്യത്ത് പോയിട്ടുള്ള ആൾക്കാരുടെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ റെഫർ ചെയ്യാറുണ്ട്. അതൊക്കെ നിങ്ങൾക്കും യൂസ് ചെയ്യാവുന്നതാണ്. നമ്പർ 2, യാത്ര പോകാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് ഷുഡ് ബി ജസ്റ്റ് ബിഫോർ ഓർ ആഫ്റ്റർ ദ സീസൺ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് സീസണിന്റെ പീക്ക് ടൈമിലെ ഫ്ലൈറ്റ് ഫെയറും ഹോട്ടൽ ഫെയറും നല്ല രീതിയിൽ ലാഭിക്കാവുന്നതാണ്. മാത്രമല്ല ഒരു സീസൺ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായതുകൊണ്ട് ക്ലൈമറ്റും നമുക്ക് അനുകൂലമായിരിക്കും. നമ്പർ 3, റൂം ബുക്കിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആയിട്ടുള്ള ഏരിയയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. വി കൻ യൂസ് മെട്രോ, ബസ്. അങ്ങനെ ആ രാജ്യത്തിന് ഏതാണോ ബെസ്റ്റ് അത് ചൂസ് ചെയ്യുക. അതായത് ചില രാജ്യങ്ങളിൽ ബെസ്റ്റ് മെട്രോ ആയിരിക്കും, ചില രാജ്യങ്ങളിൽ ബസ് ആയിരിക്കും. അതൊക്കെ നോക്കി അതിനനുസരിച്ച് റൂം എടുത്താൽ ട്രാൻസ്പോർട്ടേഷൻ വിൽ ബി വെരി ചീപ്പ്. ഈ പോയിന്റ്സ് എല്ലാം ശ്രദ്ധിച്ച് ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ആയ കസാഖിസ്ഥാൻ കവർ ചെയ്യാൻ ഞങ്ങൾക്ക് 3 പേർക്കും കൂടി ചെലവായത് 21,000 രൂപയാണ്. വെറും 21,000 രൂപയാണ്. ഇത്രയും ചെറിയ പൈസക്ക് കസാഖിസ്ഥാൻ ഐറ്റ്നറി എങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. ഫാമിലി ആയിട്ട് ബഡ്ജറ്റിൽ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ ഒരിക്കലും നഷ്ടമാവില്ല. അപ്പൊ ശരി, എന്നാൽ ഇന്നത്രേ ഉള്ളൂ. ബാക്കി നാളെ. ബൈ ബൈ.